ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കിച്ചണിൽ യൂസ്ഫുൾ ആയിട്ടുള്ള 3 ടിപ്സുകളാണ്. അപ്പോൾ നമുക്ക് അതെന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ പച്ചമുളക് വാങ്ങുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാലും ചില സമയങ്ങളിൽ പഴുത്തു പോകാറുണ്ട്. അങ്ങനെ പഴുത്തുപോയ പച്ചമുളകാണിത്. കറികളിൽ ചേർത്താലും പച്ചമുളകിൻ്റെ ടേസ്റ്റ് ആയിരിക്കില്ല പഴുത്ത മുളകിന്. പഴുത്തുപോയി എന്ന് കരുതി ആരും വിഷമിക്കേണ്ട. ഇതുപോലെ എല്ലാ മുളകിൻ്റെയും ഞെട്ട് കളഞ്ഞെടുക്കണം. അതിനുശേഷം ഇത് വെയിലത്ത് വെച്ച് നല്ലതുപോലെ ഉണക്കിയെടുക്കണം. അങ്ങനെ മുളകെല്ലാം ഉണക്കിയെടുത്തിട്ടുണ്ട്. ഒടിച്ചാൽ ഇതുപോലെ ഒടിയണം. നല്ല വെയിലുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ ഉണങ്ങിക്കിട്ടും. ഇനി ഇത് മിക്സി ജാറിലേക്ക് മാറ്റി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് ചില്ലി ഫ്ലേക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ചു വയ്ക്കാം. ഇങ്ങനെ ചെയ്തു വെച്ചാൽ മെഴുക്കുപുരട്ടിക്കും രസത്തിനുമൊക്കെ ചേർക്കാൻ വളരെ നല്ലതാണ്. വറ്റൽമുളക് വാങ്ങി ഫ്ലേക്സ് ആക്കുന്നതിനേക്കാളും നല്ല നിറവുമുണ്ട് ഇതിന്. വെള്ളമയം ഒട്ടുമില്ലാത്ത കണ്ടെയ്നർ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്ത വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിൽ എണ്ണയും കരിയൊക്കെ പിടിച്ചിരിക്കുന്ന പഴയ ഇരുമ്പ് ദോശക്കല്ലുണ്ടാകും. അത് നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഇപ്പോൾ ഈ ദോശക്കല്ലിൽ ഇതിൻ്റെ അരികൊക്കെ കുറച്ചൊക്കെ കട്ടി പിടിച്ചിരിപ്പുണ്ട്. ഇത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ചിരാത് മാത്രം മതി. അതെങ്ങനെയെന്നല്ലേ? ആദ്യം ദോശക്കല്ല് അടുപ്പിൽ വെച്ച് സ്റ്റൗ ഓണാക്കി ഫുൾ ഫ്ലെയിമിൽ വെക്കുക. നല്ലതുപോലെ പുക വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഈ ദോശക്കല്ലിൽ അത്രയധികം തന്നെ കരി പിടിച്ചിട്ടില്ല, അതുകൊണ്ട് കുറച്ച് പുക മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്ലെയിം കുറയ്ക്കണം. അതിനുശേഷം ഇതുപോലൊരു ചിരാതെടുത്ത് ഇങ്ങനെ നല്ലതുപോലെ റബ്ബ് ചെയ്യണം. നിങ്ങൾക്ക് കാണാൻ പറ്റും ചുറ്റും കറുപ്പ് കളറിൽ പൊടികളായിട്ട് വീഴുന്നത്. കൂടുതലുണ്ടെങ്കിൽ വീണ്ടും ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നുകൂടി റബ്ബ് ചെയ്താൽ മതി. എത്ര കട്ടിയുള്ളതാണെങ്കിലും നല്ലതുപോലെ ക്ലീൻ ആകും. ഇപ്പോൾ ചിരാതിന് പകരമായിട്ട് നമുക്ക് ചട്ടുകം വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ ചിരാതാകുമ്പോൾ ഈവനായിട്ട് എല്ലായിടത്തും നമുക്ക് അത് റബ്ബ് ചെയ്തെടുക്കാൻ സാധിക്കും. ഈ ഭാഗത്തൊക്കെ നല്ല കട്ടിയിലുണ്ടായിരുന്നത് നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ എത്ര കട്ടിയുള്ള കരി പിടിച്ച ദോശച്ചട്ടി ആണെങ്കിൽ പോലും നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇത് ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി. ഇനി അടുത്ത ടിപ്സിലേക്ക് പോകാം. നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള പെയിൻറ് ടിന്നുണ്ടോ? ഇത് നല്ല ഭംഗിയുള്ള ഒരു കിച്ചൺ കണ്ടെയ്നറാക്കി മാറ്റുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് വാൾപേപ്പർ എടുത്തിട്ടുണ്ട്. ടിന്നിൻ്റെ മെഷർമെൻ്റ് എടുത്ത ശേഷം അതിനനുസരിച്ച് വാൾപേപ്പർ കട്ട് ചെയ്തും എടുത്തിട്ടുണ്ട്. ഈ വാൾപേപ്പർ ടിന്നിന് ചുറ്റും ഒട്ടിച്ചെടുക്കുകയാണ് ഇനി വേണ്ടത്. പല ഡിസൈനുകളിലുള്ള വാൾപേപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എൻ്റെ കയ്യിൽ ഈ കളർ ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഒരു പേപ്പർ കോട്ടിംഗ് ഉണ്ട്. അത് വളരെ ശ്രദ്ധയോടുകൂടി വേണം മാറ്റാൻ. പേപ്പർ മാറ്റിയ ശേഷം ചുളിവുകളൊന്നുമില്ലാതെ വേണം ഇത് ഫിക്സ് ചെയ്യാൻ. ബാക്കിൽ നിന്നും പേപ്പർ മാറ്റുന്നതനുസരിച്ച് മുകളിൽ ഇതുപോലെ കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. ചുളിവുകളൊന്നുമില്ല എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം വീണ്ടും ഒട്ടിക്കുക. ചുളിവുകളൊന്നുമില്ലാതെ വളരെ നീറ്റായിട്ട് വാൾപേപ്പർ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിയിൽ എക്സസ് വരുന്ന ഈ പേപ്പർ ഇതുപോലൊന്ന് കട്ട് ചെയ്യണം. ഇത് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് ഫിക്സ് ചെയ്യാം. സെൻറ്ററിൽ വേണമെങ്കിൽ ഒരു പീസ് കട്ട് ചെയ്ത് ഒട്ടിക്കാം, നിർബന്ധമില്ല, അത് നിങ്ങളുടെ ചോയ്സ്. ഇനി ഇതിൻ്റെ ലിഡിൽ കൂടി നമുക്ക് വാൾപേപ്പർ ഒട്ടിച്ചെടുക്കാം. ഇതിൻ്റെ സെൻറ്ററിൽ മാത്രമേ ഞാനിപ്പോൾ ഒട്ടിക്കുന്നുള്ളൂ. നേരത്തെ തന്നെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിരുന്നു. ഇത് നമ്മൾ നേരത്തെ ഫിക്സ് ചെയ്തതുപോലെ തന്നെ ബാക്കിൽ പേപ്പർ മാറ്റിയിട്ട് അതേപോലെ തന്നെ ഒട്ടിച്ചെടുക്കണം. ബാക്കി വരുന്ന യെല്ലോ വൈറ്റ് ഭാഗത്തെല്ലാം നമുക്ക് ഒട്ടിക്കാവുന്നതാണ്. പക്ഷേ ഞാനത് ചെയ്തപ്പോൾ അത്ര ഭംഗിയായിട്ട് തോന്നിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തത്. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 3 ടിപ്സുകൾ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ വളരെ മനോഹരമായ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നർ റെഡിയായി. കിച്ചണിൽ എന്ത് വേണമെങ്കിലും ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. ഇതുപോലൊരു ടിന്ന് കയ്യിലില്ലാത്തവർ ഉണ്ടാകില്ല. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു.
Okay, until then, see you in the next video.